ഈശോയിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഇന്നലെ രാത്രി കിടക്കുന്നതിന് മുമ്പ് ചിന്തിച്ച ഒരു കാര്യം ഉണ്ടായിരുന്നല്ലോ. നമ്മൾ അപ്പം എടുക്കാൻ മറക്കരുത്, ആരെ? ഈശോയെ കൂടെ കൂട്ടാൻ മറക്കരുത്. നമുക്ക് ഇന്ന് രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് ചിന്തിക്കാൻ പോകുന്നത് അതിൻ്റെ ഒരു തുടർച്ചയായിട്ടുള്ള അതേ ഒരു ചിന്ത തന്നെയാണ്. ഈശോ നമ്മുടെ കൂടെ നടക്കുക എന്ന് മാത്രമല്ല, നമ്മുടെ മുമ്പേ നടക്കുന്ന ഈശോയെ നമ്മളൊന്ന് പരിചയപ്പെടാൻ വേണ്ടി പോവാണ്. ടോക്ക് മുഴുവനായിട്ടൊന്ന് കേട്ടിരിക്കണം കേട്ടോ. പറയുന്ന വചനങ്ങളൊക്കെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. അത് കണക്ട് ചെയ്ത് പ്രാർത്ഥിക്കുകയും ചെയ്യണം. പരിശുദ്ധാത്മാവ് നല്ല ശക്തി, വചനത്തിൻ്റെ ഒരു അഭിഷേകം നമുക്ക് തരും. മർക്കോസിന്റെ സുവിശേഷത്തിൽ 10-ാമത്തെ അധ്യായം എടുക്കണം. അതിന്റെ 32-ാമത്തെ വാക്യം. വചനം ഇങ്ങനെയാണ്: അവർ ജെറുസലേമിലേക്കുള്ള വഴിയെ നടന്നു പോവുകയായിരുന്നു. ഈശോ അവരുടെ മുൻപിൽ നടന്നിരുന്നു. ഹി വാസ് വാക്കിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് ദം. അവരൊരു യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈശോ എന്താ ചെയ്തേ? കൂടെ നടക്കുകയല്ല, ഈശോ അവരുടെ മുൻപേ നടക്കാൻ. സോ ഇതൊരു കാര്യം മനസ്സിലൊന്ന് സൂക്ഷിച്ചു വെക്കണം. ഈശോ ചെയ്യുന്ന വലിയൊരു കാര്യം. നമ്മളിങ്ങനെ പ്രാർത്ഥിക്കാറില്ലേ? കർത്താവ് എൻ്റെ കൂടെ ഉണ്ടാകണേ, ഞാൻ പഠിക്കാൻ പോവാണ്, ജോലിക്ക് പോവാണ്, ഈ ഒരു മിനിസ്ട്രിക്ക് വേണ്ടി പോവാണ്, എൻ്റെ കൂടെ ഉണ്ടാകണേ. ഈശോ ചെയ്യുന്നൊരു കാര്യം നോക്കിക്കേ. കൂടെ നിൽക്കുക മാത്രമല്ല, കൂടെ നടക്കുക മാത്രമല്ല, ഹി വാക്സ് ഇൻ ഫ്രണ്ട് ഓഫ് us. നമ്മുടെ മുമ്പേ നടക്കുകയാണ്. എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു വഴി കാണിച്ചു തരികയാണ്. യോഹന്നാൻ 14:6 നമ്മൾ വായിക്കുന്നില്ലേ, ഞാനാണ് വഴിയും സത്യവും ജീവനും. എന്ന് വെച്ചാൽ ഈശോ ഇങ്ങനെ മുമ്പേ നടക്കുകയാണ്. നമ്മുടെ മുമ്പിൽ ഇനി വഴികൾ ഈസിയാണ്. ഈശോയെ നോക്കി നടന്നാൽ മതി. നോക്ക്, നമ്മൾ ഓരോ കാര്യത്തിനും മുമ്പോട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് ആഗ്രഹമുണ്ട്, വഴി തെറ്റിപ്പോരുത്, വീണ് പോകരുത്. ഇനി എങ്ങാനും വഴി തെറ്റിയിട്ടുണ്ടെങ്കിൽ, അബദ്ധത്തിലേക്ക് എങ്ങാനും പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നേർവഴിയിലേക്ക് തിരിച്ചു വരണം നമുക്ക് ആഗ്രഹമുണ്ട്. ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി. എന്താണെന്നറിയോ? നമ്മൾ ഓടിപ്പെടുപെടുത്ത് മുമ്പിൽ പോകാതെ മുമ്പേ പോകുന്ന ഈശോയെ കാണുക, ഈശോയുടെ പിന്നാലെ നടക്കുക. എന്ന് വെച്ചാൽ എല്ലാ കാര്യവും ഈശോയോട് പറഞ്ഞിട്ട് ചെയ്യുക. കർത്താവെ, ഞാനിതാ ഇന്ന് ഈ കാര്യത്തിന് വേണ്ടി പോവാണ്, ഞാൻ ഈ പുതിയൊരു കാര്യം ഇന്ന് ചെയ്യാൻ വേണ്ടി പോവാണ്, ഇത് എൻ്റെ മുമ്പിൽ ഇങ്ങനെ ഡിഫിക്കൽട്ടായ ഒരു ടാസ്ക് ഉണ്ട്, നീ എൻ്റെ മുമ്പേ നടക്കണേന്ന്. എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ, കൂടെ നടക്കണേന്നല്ല നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത്, എൻ്റെ മുമ്പേ നടക്കണേന്ന്. കാരണം ഈശോ നമ്മുടെ മുമ്പിൽ നടക്കുന്നുണ്ട്. ഈശോയെ, എനിക്ക് വഴി തെറ്റാതെ നിന്നെ തന്നെ നോക്കി നടക്കാൻ ഒരു കൃപ നൽകണേന്ന് പ്രാർത്ഥിക്കുക. നോക്ക്, ആ യാത്രയിൽ ഈശോ അവരുടെ മുൻപേ നടന്നിരുന്നു. നമ്മൾ മുമ്പേ പറഞ്ഞ ഒരു വചനമില്ലേ, യോഹന്നാൻ 14:6, വഴിയും സത്യവും ജീവനും ഞാനാണ്. ഈശോയാണ് വഴി, ഈശോയാണ് സത്യം, ഈശോയാണ് ജീവൻ. നമുക്ക് വഴിതെറ്റിപ്പോയാൽ, നമ്മുടെ ജീവൻ നഷ്ടപ്പെട്ടു പോകുന്നു, ജീവിതം വഴിതെറ്റി പോകുന്നു എന്നൊക്കെ തോന്നിയാൽ, ജീവൻ ഈശോയാണെന്ന് ഓർത്തേക്കണം. സത്യം തിരിച്ചറിയാതെ നുണയുടെ പിശാചിൻ്റെ ഒക്കെ വഴി കൂടെയൊക്കെ നമ്മൾ പോയാൽ തിരിച്ചു വരാനും ഏറ്റവും വലിയ വഴി എന്താ? ഈശോയുടെ പിന്നാലെ നടക്കുക. യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ 10-ാമത്തെ അധ്യായം എടുക്കാം. 10-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 4-ാമത്തെ വാക്യമാണ്. ഈശോ നല്ല ഇടയനാന്ന് പറയുന്ന ഒരു സന്ദർഭമുണ്ടല്ലോ. അവിടെ സുന്ദരമായൊരു വചനം നമ്മളിങ്ങനെ കാണുന്നുണ്ട്. യോഹന്നാൻ 10:4, തനിക്കുള്ളതിനെല്ലാം പുറത്തിറക്കിയിട്ട് അവൻ അവയ്ക്ക് മുൻപേ നടക്കുന്നു. നോക്ക്, ഈശോയുടെ ഒരു സ്പെഷ്യാലിറ്റി വീണ്ടും പറയാണ്. തനിക്കുള്ളതിനെല്ലാം പുറത്തിറക്കിയിട്ട് അവയ്ക്ക് മുമ്പേ അവൻ നടക്കാണ്. ഈശോയോട് നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുന്നു, കർത്താവേ, ഞാനിതാ ഓരോ കാര്യം ചെയ്യാൻ പോവാണ്, അബദ്ധത്തിലൊന്നും വീണ്ടും പോകല്ലേ, അപകടമൊന്നും ഉണ്ടാവല്ലേ എന്ന് വെച്ചാൽ നമ്മൾ പുറത്ത് അപകടം ഉണ്ടാകും, പ്രശ്നം ഉണ്ടാകും, ചിലപ്പോൾ പരീക്ഷയ്ക്ക് തോറ്റുപോകും, ഇല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന കാര്യം നടക്കത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ വീട്ടിനകത്ത് ഇരിക്കാൻ പറ്റുമോ? ഇല്ല, നമ്മൾ എന്തായാലും പുറത്തേക്ക് ഇറങ്ങണം അല്ലേ? ഒരു കംഫർട്ട് സോണിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ഒന്നും നേടാൻ പറ്റില്ല. പുറത്തേക്ക് ഇറങ്ങിയേ പറ്റുള്ളൂ. നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഏറ്റവും വലിയ ഒരു ബോധ്യം, ഒരു കോൺഫിഡൻസ് എന്താണ്? നമ്മുടെ ഉള്ളിലുള്ള ആത്മവിശ്വാസം ഒന്നുമല്ല, നമ്മുടെ കഴിവിലുള്ള, അല്ലെങ്കിൽ നമ്മൾ പാസ്റ്റിൽ ജയിച്ചു കയറിയിട്ടുണ്ട് അതിൻ്റെ ഒരു പ്രൗഢിയും ഒരു അഹംഭാവം ഒന്നുമല്ല. ഒറ്റ ബോധ്യമാണ്, എൻ്റെ മുമ്പിൽ ആര് നടക്കുന്നുണ്ട്? ഈശോ നടക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സ്വരങ്ങളെ, ഇന്ന് രാത്രി കിടന്നുറങ്ങുകയാണ്. നാളെ നിങ്ങൾക്ക് ഒരു പുതിയ കാര്യം ചെയ്യാനുണ്ട്. അത് ഏറ്റവും ഡിഫിക്കൽട്ടായ ഒരു ടാസ്ക് ആയിക്കോട്ടെ. ഈ ബോധ്യത്തോടു കൂടി നാളെ ഒന്ന് പ്രാർത്ഥിച്ചിറങ്ങാവോ? ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ ഈശോ ഉണ്ട് എന്ന് മാത്രമല്ല, എൻ്റെ മുൻപേ ഈശോ നടക്കുന്നുണ്ട്. നാളെ നിങ്ങൾ ഓഫീസിൽ പോകുമ്പോൾ, നാളെ നിങ്ങൾ ബസ്സിന് കാത്ത് നിൽക്കുമ്പോൾ, നാളെ നിങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോൾ, നാളെ നിങ്ങളൊരു സബ്ജക്റ്റ് എടുക്കുമ്പോൾ, ടെക്സ്റ്റ് ബുക്ക് മറിക്കുമ്പോൾ, ഒരു കാര്യം പ്രിപ്പയർ ചെയ്യുമ്പോൾ, നിങ്ങളുടെ പ്രൊജക്റ്റ് നിങ്ങൾ തയ്യാറാക്കുമ്പോൾ, നിങ്ങളൊരു മിനിസ്ട്രിക്ക് വേണ്ടി നാളെ തുടങ്ങുമ്പോൾ, മുമ്പിലുള്ള വലിയ ടാസ്ക് ആവട്ടെ, സിമ്പിളായ ടാസ്ക് ആവട്ടെ, പ്രേ ദിസ്: കർത്താവേ, നീ എൻ്റെ മുമ്പിൽ നടക്കണേ. മുമ്പിൽ നടക്കുന്നുണ്ട് അവൻ, തനിക്കുള്ളതിനെല്ലാം പുറത്തിറക്കിയിട്ട് അവയ്ക്ക് മുൻപേ നടക്കുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ മറ്റൊരു വചനം, 8-ാമത്തെ അധ്യായത്തിൽ 12-ാമത്തെ വാക്യം, ജോൺ 8:12, യേശു അവരോട് പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്, എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല. പ്രോമിസാണ്. യോഹന്നാൻ 8:12, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. ഈശോയെ പറയണേ, വഴിയും സത്യവും ജീവനും ഞാനാണെന്ന് പറഞ്ഞ ഈശോ ഒരു കാര്യം കൂടി എടുത്ത് പറയാണ്, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. 5 കാര്യങ്ങളാണ് ഇന്ന് രാത്രി നമ്മൾ പറഞ്ഞ കേട്ടോ. വഴി, സത്യം, ജീവൻ. ആര്? ഈശോ. നല്ല ഇടയൻ ഈശോ, പ്രകാശം ഈശോ. നമുക്ക് വഴി തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി 5 കാര്യങ്ങൾ മനസ്സിൽ ഓർത്താൽ മതി. വേറെ തെറ്റായ വഴികൾ എനിക്ക് വേണ്ട,
തെറ്റായ പ്രകാശങ്ങൾ എനിക്ക് വേണ്ട, തെറ്റായ ഒരു ജീവൻ എനിക്ക് വേണ്ട, ഒരു അബദ്ധത്തിലേക്ക് പോകുന്ന സത്യങ്ങൾ എനിക്ക് വേണ്ട. എനിക്ക് എന്നെ ഗൈഡ് ചെയ്യാൻ വേറെ ആരും വേണ്ട. എൻ്റെ നല്ല ഇടയനായ എൻ്റെ ഈശോ മാത്രം മതി. എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കത്തില്ല, പാപത്തിലേക്ക് വീണു പോകില്ല, സങ്കടങ്ങളിലേക്ക് നിരാശയിലേക്ക് ഒന്നും വീണു പോകില്ലെന്ന് കർത്താവ് ഉറപ്പ് തരികയാണ്. പ്രിയപ്പെട്ട സ്വരങ്ങളെ, ഈ മുൻപേ നടക്കുന്ന ഈ പ്രകാശത്തിൻ്റെ ഈ ഇടയൻ്റെ കൈ പിടിച്ച് പുറകെ നമുക്ക് വെച്ച് പിടിക്കണം. വഴി തെറ്റിപ്പോയില്ല, വീണു പോയില്ല. എവിടെയെങ്കിലുമൊക്കെ വെച്ച് ഈശോയെ എന്നെ കൊണ്ട് ഇത് പറ്റണില്ല, എനിക്ക് ഇത് ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല, നാളെ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ, ഉള്ളിൽ എല്ലാ കോൺഫിഡൻസും നശിച്ച് നിൽക്കുന്ന, നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു സമയത്താണ് എൻ്റെ പ്രിയപ്പെട്ട സൗരങ്ങൾ ഇത് കേൾക്കുന്നെങ്കിൽ, ഈശോയുടെ പ്രിയപ്പെട്ട കുഞ്ഞ്, ഈശോയുടെ പ്രിയപ്പെട്ട മകനും ഈശോയുടെ പ്രിയപ്പെട്ട മകൾ ഇത് ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തേ. മുമ്പിൽ നടക്കാൻ നിനക്കൊരാളുണ്ടെന്നേ. വഴി നടത്താൻ ഒരു ഗുരുവില്ല, വെളിച്ചം കാണിക്കാൻ ഒരാളില്ല, ഗൈഡ് ചെയ്യാൻ ഒരാളില്ലെന്നൊന്നും പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കരുത്. കൂടെ നിൽക്കാൻ ഒരാളില്ലെന്ന് പറയരുത്. നിന്നെ മുമ്പേ നടന്നു പോകുന്ന ഒരു ഈശോയുണ്ട്. നിന്നെ വഴി തെറ്റിച്ച് വിട്ട ആളുകളുണ്ടാകാം, നിന്നെ അബദ്ധത്തിലേക്ക് കൊണ്ട് ചാടിച്ച തെറ്റായ ആളുകളുണ്ടാകാം. ഇതാ ഈശോ നിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. ദ റിയൽ ലൈറ്റ്, ദ റിയൽ ഷെപ്പേർഡ്, ശരിക്കുള്ള നിന്റെ പപ്പ, യുവർ ഡാഡി, അപ്പ ഇതാ വെളിച്ചം കാണിച്ചുകൊണ്ട് മുമ്പേ നടക്കുകയാണ്. കർത്താവിൻ്റെ പിന്നാലെ നടക്ക്. ഒരു പ്രോമിസാണ്, നീ അന്ധകാരത്തിൽ വീണു പോവില്ലെന്ന്. പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് ഈശോയുടെ വഴി കണ്ടുപിടിക്കാൻ, ഈശോയുടെ സ്നേഹം തിരിച്ചറിയാൻ ഒരു സ്റ്റെപ്പ് പോലും തെറ്റാതെ കർത്താവിൻ്റെ കാൽപാദങ്ങളെ നോക്കി നടക്കാനുള്ള ഒരു കൃപ ലഭിക്കട്ടെ. നാളെ ഇറങ്ങണം, പുത്തനൊരു ദിവസം കിട്ടും, പുത്തൻ്റെ ഒരു അവസരം കിട്ടും. മറ്റാരെയും നോക്കല്. വഴി, സത്യം, ജീവൻ, ഇടയൻ, പ്രകാശം, ഈശോയെ നോക്കി നടക്കുക. വലിയ കൃപ നിറയും. ഈ 5 സാന്നിധ്യം, ഈശോയുടെ സാന്നിധ്യം ഈ 5 തരത്തിൽ, വഴിയും സത്യവും ജീവനുമായും പ്രകാശമായും നല്ല ഇടയനായിട്ടും നിങ്ങൾക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.